മലയിലേക്ക് വന്നതും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റാണ് ഇങ്ങോട്ട് വരുമ്പോൾ. മേഘമലയിലെ കാഴ്ചകളാണ് കേട്ടോ ഇത് മൊത്തം. മേഘമലയിൽ വരുമ്പം എപ്പോഴും രാവിലെ തന്നെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറി പോരാൻ പറ്റും, പക്ഷെ നമുക്ക് തിരിച്ച് 6 മണിക്കുള്ളിൽ നമുക്ക് ഇറങ്ങേണ്ടതുണ്ട്. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 5 മണി കഴിഞ്ഞു കേട്ടോ. കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. കാഴ്ചകൾ എപ്പോഴും വൈകുന്നേരങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ യാത്രയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ പോലെ രാവിലെയൊക്കെ വരുന്നതായിരിക്കും നല്ലത്. 6 മണിയാകുമ്പോൾ അവിടെ നിന്ന് കടത്തി വിടും. അതുപോലെ തന്നെ 6 മണി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും അങ്ങോട്ട് ഇറക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ സമയം കണക്ക് കൂട്ടി നമ്മൾ വരാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെയൊക്കെ വന്യമൃഗങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഭാഗത്തേക്ക് വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട്, പക്ഷെ അത് എപ്പോഴൊക്കെയാണെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ വന്യമൃഗങ്ങളുണ്ട്. ആ ഒരു രീതിക്ക് തന്നെ വേണം നമ്മളിങ്ങോട്ട് വരാനും. നല്ല സീനറി, നല്ല കാഴ്ചകൾ, അതൊക്കെയാണ് ഈ മേഘമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ തന്നെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം വൈകുന്നേരങ്ങളിൽ ഈ അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റി വിടുന്നതും രാത്രി വൈകിട്ട് 6 മണി രാവിലെ 6 മണി ഇതിനുള്ളിലുള്ള വരവും പോക്കെ നമുക്ക് നടക്കത്തുള്ളൂ. ഇവിടെ വരുമ്പം ചെറിയ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്, ഡോർമെട്രി സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ താമസിക്കാൻ വരുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ തിരിച്ചു പോകാനാണെങ്കിൽ രാവിലെ വന്നിട്ട് നമുക്ക് ഒരു ഉച്ചയാകുമ്പോഴോ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പോകുന്ന രീതിക്ക് വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട്. നല്ല സീനറിയാണ്, ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഉൾപ്പെടെ ഇത്തിരി അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു ഡ്രൈവിങ്ങിന്. എന്ന് വെച്ചാൽ ഓഫ് റോഡിങ്ങൊന്നുമല്ല, എങ്കിൽ പോലും ഈ കാറ്റെന്ന് പറയുന്നത് ഭയങ്കര കാറ്റാണ്. നമുക്ക് ഒരു രക്ഷയില്ല, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. നമ്മൾ ഈ രാമക്കൽമേടൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ കാറ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വരുന്ന വഴിയായിട്ട് നമുക്ക് കാണാൻ ഒത്തിരി മരങ്ങളെല്ലാം ഇങ്ങനെ മറിഞ്ഞു വീഴുന്നതും കിടക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്യായ കാറ്റ കേട്ടാ, ലയമാണ് കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ക്യാമറ കയ്യിൽ നിന്ന് പോകുന്ന അത്രക്ക് കട്ടിയിലാണ് കേട്ടോ, പവറിലാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. വളഞ്ഞു പുളഞ്ഞു പോകുന്ന 18 വളവുകൾ, ഓരോ തിരിവിലും കാത്തിരിക്കുന്ന മേഘങ്ങൾ. രാവിലെയെന്നോ ഉച്ചയെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ മഞ്ഞുറങ്ങുന്ന ഇടം. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ സ്ഥലം ഏതാണെന്ന് പിടികിട്ടി കാണും. അതെ, നമ്മുടെ മേഘമല തന്നെ. പേര് പോലെ മേഘങ്ങൾ വന്നിറങ്ങുന്ന ഒരു നാട്. തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമായ മേഘമല മനുഷ്യർക്ക് ചെന്നെത്താൻ കഴിയുന്ന ഒരു സ്വർഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. മേഘമല ഒരനുഭവമാണ്. മേഘമലയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പോയിരിക്കേണ്ട സ്ഥലവുമാണ്. എനിക്ക് മേഘമലയെ വാൽപ്പാറ പോലെയാണ് തോന്നിയിട്ടുള്ളത്. ചിലർക്ക് ഒറ്റ നോട്ടത്തിൽ മൂന്നാർ പോലെ തോന്നും. ഇവിടുത്തെ കാഴ്ചകളും യാത്രയുമെല്ലാം വ്യത്യസ്തമാണ്. തിരക്കുള്ള മൂന്നാർ പോകാൻ മടിയുള്ളവർക്ക് ഇവിടേക്ക് വരാം. നിർത്താതെ വീശുന്ന തണുത്ത കാറ്റും മാറാതെ നിൽക്കുന്ന മേഘങ്ങളുമാണ് മേഘമലയുടെ കാഴ്ചയിലെ യഥാർത്ഥ രസം. ഇവിടെ എത്തിയാൽ ഒരു പകൽ മുഴുവൻ കാണാൻ പറ്റിയ കാഴ്ചകളുണ്ട്. രസം ചോരാതെ മേഘമല യാത്ര പൂർത്തിയാക്കുവാൻ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളും ഇവിടെ കുറേയുണ്ട്. മേഘമല കാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്ഥലമാണ് മേഘമല വ്യൂ പോയിൻ്റ്. നഗരത്തിൽ നിന്നും 11 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യൂ പോയിൻറ്റിൻ്റെ ഇവിടുത്തെ എല്ലാ ദൃശ്യങ്ങളും ഒറ്റ നോട്ടത്തിൽ കാണാൻ സഹായിക്കുന്നു. ചെറിയൊരു നടത്തം വേണ്ടി വന്നേക്കും അതിന് മുകളിലെത്തുവാൻ. പക്ഷേ രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടം സന്ദർശിക്കാനുള്ള സമയം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമയം വളരെ അതിക്രമിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ അടുത്ത് വരെ നമ്മളെത്തിയെങ്കിലും മേഘമല വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ പോയിട്ടില്ല എന്ന് വേണം പറയാൻ. തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ സ്ഥലമാണ് മേഘമല. കമ്പം തേനി വരെ പോകുന്ന യാത്രക്കാർ ഒരല്പം കൂടി മുന്നോട്ട് പോയാൽ കാത്തിരിക്കുന്നത് അവർണ്ണനീയമായ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞ ഈ മലയോര ഗ്രാമമാണ്. 6 ഡാമുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. 1500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം
ചൂടിനെ അതിജീവിക്കാനും പ്രകൃതിക്ക് നടുവിൽ ശാന്തമായ സമയം ആസ്വദിക്കാനുമുള്ള മികച്ച ഒരു ഡെസ്റ്റിനേഷനാണ്. തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളുമൊക്കെയായി 18 വളവുകൾ താണ്ടിയെത്തുന്നത് മേഘമലയുടെ സൗന്ദര്യത്തിലേക്കാണ്. അഴക് കൊണ്ടും കാലാവസ്ഥ കൊണ്ടും മൂന്നാറിനെ തോൽപ്പിക്കും ഈ ഗ്രാമീണ സുന്ദരി. മേഘമല പട്ടണത്തിന് നടുവിൽ തന്നെയാണ് ഇവിടുത്തെ അണക്കെട്ടായ ഹൈവേവി ഡാം സ്ഥിതി ചെയ്യുന്നത്. മേഘമലയിൽ നിരവധി അണക്കെട്ടുകളുണ്ടെങ്കിലും ഏറ്റവും അടുത്തുള്ളതും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതുമായിട്ടുള്ളതും ഇതുതന്നെയാണ്. തേയിലത്തോട്ടങ്ങൾക്കും കാപ്പിത്തോട്ടങ്ങൾക്കും നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1978 നിർമ്മിക്കപ്പെട്ട ഈ അണക്കെട്ട് സന്ദർശിച്ചില്ലെങ്കിൽ മേഘമല യാത്ര പൂർണ്ണമാകില്ല. മണലാർ ഡാം ഉണ്ട് ഇവിടെ. മേഘമലയിലെ മറ്റൊരു ലക്ഷ്യസ്ഥാനമാണ് മണലാർ ഡാം. ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് പ്രകൃതിക്ക് നടുവിൽ സ്വസ്ഥമായി ചെലവഴിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. മഞ്ഞൾ പൊതിയുന്ന പല മടക്കുകളും മഞ്ഞണിഞ്ഞ തേയിലക്കൊളുന്തുകളും തണുപ്പിൻ്റെ ലഹരിയെ മറയ്ക്കാനായി കമ്പിളിയും പുതച്ച് പ്രകൃതിയിലൂടെ നടക്കണം. മനസ്സിന് കുളിരണിയിക്കുന്ന ഒരനുഭവമാണ് ഇവിടെ. നോക്കിയത് കൂട്ടമായിട്ട് നോക്കാം, അടി പോവാൻ നോക്കണേ. കുരങ്ങന്മാർ കണ്ടമാനുണ്ട് കേട്ടോ. ക്യാമറ ഒന്നും കൈ നിൽക്കുന്നില്ല കേട്ടാ, ക്യാമറ ഒന്നും കൈ നിൽക്കുന്നില്ല, അമ്മാതിരി കാറ്റാ. മേഘമലയിലെ കാഴ്ചകളിൽ ഏറ്റവും അടിപൊളി ഏതെന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ തടാകം തന്നെയാണ്. പലരുടെയും മനസ്സിലെ മേഘമലയുടെ ചിത്രം തന്നെ ഈ തടാകമാണ്. തേയിലത്തോട്ടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മേഘമല തടാകം പുലർക്കാഴ്ചകളിൽ മഞ്ഞിൽ പൊതിഞ്ഞ് കാണാൻ കഴിയും. തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പും കോടമഞ്ഞിൻ്റെ വെള്ളയും ചേരുന്ന ഇതിൻ്റെ കാഴ്ച എന്നും മനസ്സിൽ തങ്ങി നിൽക്കും. സദാസമയവും മേഘത്താൽ ആവരണം ചെയ്യപ്പെട്ട ഈ ഒരു കൊടുമുടിയെ പിൽക്കാലത്ത് നാട്ടുകാർ തന്നെ ഇട്ടൊരു പേരാണ് കേട്ടോ മേഘമല എന്ന് പറയുന്നത്. തേയിലത്തോട്ടങ്ങളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. ഇവിടെ എത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് നല്ല അടിപൊളി ഒരു ചായ കുടിക്കാമെന്നുള്ളത് തന്നെയാണ്. കാഴ്ചകളുടെ തുടക്കം നമുക്ക് അങ്ങനെ തന്നെയാകാം. ഗ്രാമത്തിലെ കാഴ്ചകളും വീടുകളും ആളുകളുമൊക്കെ പരിചയപ്പെടാം. സുഹൃത്തുക്കളോ കുടുംബമോ ഒരുമിച്ചുള്ള യാത്രയൊക്കെ ആണെങ്കിൽ ഇവിടെ രാത്രി ക്യാമ്പ് ചെയ്ത് ക്യാമ്പ് ഫയറും ഒക്കെ നടത്തി അടിച്ചു പൊളിച്ച് തിരിച്ചു പോവുക. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ് മേഘമല സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. മേഘമൽഹാർ രാഗം നൽകുന്ന പോലുള്ള ഒരു അനുഭൂതി നൽകുന്ന മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ്. പക്ഷേ സ്ഥലം കേരളത്തിലല്ല എന്ന് മാത്രം. എന്നാലോ കേരളത്തിനോട് ചേർന്നാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് മേഘമല. നമ്മുടെ തേക്കടി ഉൾപ്പെടുന്ന കുമളിയിൽ നിന്ന് മലയിറങ്ങി 75 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുറച്ച് മുന്തിരിപ്പാടങ്ങളും കാറ്റാടി യന്ത്രങ്ങളും തമിഴ്നാടിൻ്റെ കർഷക ജീവിതങ്ങളും ഒക്കെ കണ്ട് വീണ്ടും ഒരു മല കയറുമ്പോൾ നമ്മൾ മേഘമലയിലെത്തി. അതുവഴി തുടർന്ന് സഞ്ചരിച്ചാൽ വീണ്ടും കേരളത്തിലെത്താം. മംഗളാദേവി ക്ഷേത്രമൊക്കെ വരുന്ന അതേ മലനിരകളുടെ മറുവശമാണ് മേഘമല എന്ന് പറയുന്നത്. കാറ്റും മഴയും കോടയുമൊക്കെയായി ഒരു വിസ്മരിക്കാനാവാത്ത തട്ടുപൊളിപ്പൻ അനുഭവം മേഘമല യാത്ര നമുക്ക് നൽകും. തമിഴ്നാട്ടിലൂടെ ചുറ്റുവളഞ്ഞു മാത്രമേ റോഡുള്ളൂ എന്നതുകൊണ്ടാണ് ഇത്രയും സഞ്ചരിക്കേണ്ടി വരുന്നത്. കുമളിയിൽ നിന്ന് കാട് കയറി നടന്നു വന്നാൽ കേരള വനാതിർത്തിയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രമേ മേഘമലയ്ക്കുള്ളൂ. കമ്പത്ത് നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ ചിന്നമന്നൂരിലെത്താം. ചിന്നമന്നൂരിൽ നിന്ന് ചുരം ഉൾപ്പെടെ 40 കിലോമീറ്റർ ദൂരമുണ്ട്. ചുരം കയറിയെത്തുന്നത് മേഘമലയിലേക്കാണ്. ഹെയർ പിൻ വളവുകളൊക്കെ ഇൻ്റർലോക്ക് ടൈൽസ് വിരിച്ച് വശങ്ങളെല്ലാം കെട്ടിയൊതുക്കി സുന്ദരമാക്കിയിട്ടുണ്ട്. വഴിയിലാണെങ്കിൽ ഹനുമാൻ കുരങ്ങുകൾ ധാരാളമുണ്ട്. 18 ഹെയർ പിൻ വളവുകൾ ഉണ്ടെങ്കിലും ആവശ്യത്തിന് വീതിയുള്ള മികച്ച നിലവാരമുള്ള റോഡും മികച്ച ഡ്രൈവിംഗ് അനുഭവവുമാണ് നമുക്ക് നൽകുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കമ്പത്തേക്കും തേനിയിലേക്കൊക്കെ പോകാനായിട്ട് നിരവധി വഴികളുണ്ടെങ്കിലും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ഒട്ടും ബോറടിക്കാതെ പോകണമെങ്കിൽ അത് കുമളി വഴി തന്നെ പോകണം കേട്ടോ. കുമളിയിലെത്തി തേക്കടിയിൽ തങ്ങി അവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തി നമ്മൾ തടാകക്കരയിലെ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് അടുത്ത ദിവസം വേണം മേഘമലയിലേക്ക് പോകാൻ. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മേഘമലയിൽ താമസ സൗകര്യം വളരെ പരിമിതമാണ്. പലരും ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വളരെ
പരിമിതവും റിസോർട്ടുകളും ഒക്കെ 1-2 റിസോർട്ടുകളൊക്കെ മാത്രമേ ഉള്ളൂ. മേഘമലയിൽ താമസിക്കുന്നവർക്കും തൊഴിലാളികൾക്കും യാത്രക്കാരോട് വലിയ പ്രതിബദ്ധതയൊന്നുമില്ല. അവർക്ക് ടൂറിസം വഴി ലാഭം കൊയ്യണമൊന്നുമില്ല. ടൂറിസം സ്വപ്നങ്ങളുള്ളത് സർക്കാരിന് മാത്രമാണ്. അതുകൊണ്ടാണ് അവർ റോഡൊക്കെ മികച്ച രീതിയിൽ പണിതിട്ടിരിക്കുന്നത്. നാട്ടുകാർ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് ഒന്നും നമ്മൾ കാണുന്നുമില്ല. അവർ റിസോർട്ടുകളും മറ്റും പണിത് കാശുണ്ടാക്കാനായിട്ട് കാത്തിരിക്കുന്നുമില്ല. യാത്രികരെ അവർ ശ്രദ്ധിക്കുക പോലുമില്ല. അവരുടെ പരിമിതമായ ജീവിത സൗകര്യങ്ങളിൽ ഒതുങ്ങി അത്യാഗ്രഹമോ അമിതമായ സ്വപ്നങ്ങളോ ഒന്നുമില്ലാതെ അധ്വാനിച്ച് സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു ജനതയാണ് അവിടെ. അതുകൊണ്ട് തന്നെയാണ് താമസ സൗകര്യങ്ങളൊക്കെ അവിടെ പരിമിതമായിട്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ പ്രകൃതി ഭംഗി അതുപോലെ തന്നെ നിലനിൽക്കുന്നതും. ഇവിടുത്തെ ഈ കാറ്റിൻ്റെയൊക്കെ ശക്തിയാണ് കേട്ടത്. ഈ പോസ്റ്റൊക്കെ മറിഞ്ഞു കിടക്കണ നോക്കിയേ. ഇതുണ്ടോ മരമൊക്കെ മറിഞ്ഞു കിടക്കണ നോക്കിയേ. ഇത് മറിഞ്ഞ് അടുത്ത് തന്നെ മറിഞ്ഞു വീഴാനുള്ളതാണ് ഇത്. ഇത് കണ്ട മുന്തിരി നല്ല കൊലച്ച് നിൽക്കുന്നു. ഇത് പക്ഷെ മറ്റേ വെള്ളമുന്തിരിയാടാ. ആ പച്ചമുന്തിരി മറ്റേ നമ്മുടെ മറ്റേ റോസ് ടൈപ്പ് അല്ല. നല്ല മധുരം ആകുന്നേ ഉള്ളത്. ആയി വരുന്നേ ഉള്ളു. കണ്ട 2 സൈഡിലും കിലോമീറ്ററോളം ഇങ്ങനെ കിടക്കിയത് മൊത്തം മുന്തിരിപ്പാടാണ് കേട്ടാ. എല്ലാം മറ്റേ ആ പച്ച ടൈപ്പ് മുന്തിരിയാണ്. ഇത് കണ്ട എന്തോരാണെന്ന് നോക്കിയേ. ഇതെല്ലാം മുന്തിരി തന്നെ അല്ലേ? ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ടോ. 2 സൈഡിലും ഉണ്ട് ഒരേ. ഇതെല്ലാം ഒരാളുടെ തന്നെ ആയിരിക്കും അല്ലേ? ആ നേരെ ഇത് മറ്റേ ടൈപ്പാടാ റോസ്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും മേഘമലയിലേക്കൊന്ന് നിങ്ങൾ പോകണം. മേഘമലയിലേക്ക് പോകാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ ചിത്രങ്ങളിലും വീഡിയോകളിലും കാണുന്ന യഥാർത്ഥ മേഘമലയുടെ യഥാർത്ഥ ഭംഗി നമ്മൾ കാണണമെങ്കിൽ ആ സമയം തന്നെ പോകണം.